മാന്യ പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് ചാനലിലേക്ക് സ്വാഗതം. ശുഭ്മൻ ഗിൽ ഇന്നലെ ക്യാപ്റ്റനായിട്ട് അരങ്ങേറ്റം കുറിച്ച ആദ്യത്തെ മത്സരമായിരുന്നു ഇന്നലെ പെർത്തിൽ വെച്ച് നടന്നത്. ഇന്ത്യ 7 വിക്കറ്റിൻ്റെ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടത്. ശുഭ്മൻ ഗിൽ ക്യാപ്റ്റനായിട്ട് വന്ന ആദ്യത്തെ കളി 7 വിക്കറ്റ് പരാജയം. കൂടാതെ തന്നെ ഓസ്ട്രേലിയക്ക് ഇന്നലെ ഒരു അനിവാര്യമായ കളിയായിരുന്നു. കാരണം അവർ പെർത്തിൽ വെച്ച് ആദ്യമായിട്ട് ODI കളി ജയിച്ചത് ഇന്നലെ ഇന്ത്യക്കെതിരെയായിരുന്നു. കൂടാതെ തന്നെ ഇന്ത്യ ആദ്യമായിട്ട് 2025 ഒരു വൺ ഡേ മത്സരം പൊട്ടിയത് അത് ഇന്നലെ ഓസ്ട്രേലിയക്കെതിരെ പെർത്തിൽ വെച്ച് നടന്ന കളിയായിരുന്നു. IPL ശേഷം അവർ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി തിരിച്ചു വന്ന കളിയായിരുന്നു ഇത്. ശ്രദ്ധേയപ്പെട്ട കളിയിൽ രണ്ടുപേരും തിളങ്ങിയില്ല. രോഹിത് ശർമ്മ 8ഉം കോഹ്ലി ഡക്കിലും പോയി. നേരത്തെ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്യാപ്റ്റൻ ഒഴിഞ്ഞിട്ട് ഗില്ല് ക്യാപ്റ്റനായ ടെസ്റ്റിലെ ആദ്യത്തെ കളി ഇംഗ്ലണ്ടിനെതിരെ 5 വിക്കറ്റിന് തോറ്റു. എന്നിട്ട് ആ പരമ്പര 2-2 ഇന്ത്യ സമനില. കൂടാതെ തന്നെ T20 വേൾഡ് കപ്പ് മത്സരം കഴിഞ്ഞിട്ട് ആദ്യം സിംബാബ്വെക്കെതിരെ 2024 നടന്ന കളിയിലും ഗില്ല് ക്യാപ്റ്റനായ ആദ്യത്തെ T20 മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യ തോറ്റിരുന്നു. എന്നിട്ട് നമ്മൾ 4-1 ആ സീരീസ് ജയിച്ചത്. ഇതോടെ തന്നെ കോഹ്ലിക്ക് ശേഷം ക്യാപ്റ്റനായ ആദ്യ 3 ഫോർമാറ്റിലും കളി തോറ്റ താരമെന്നും രണ്ടാമത്തെ താരമാണ് ഇന്ത്യക്ക് വേണ്ടി ക്യാപ്റ്റനായിട്ട് 3 ഫോർമാറ്റിലും ആദ്യത്തെ കളി വെച്ച് നോക്കുന്നത്. ആദ്യത്തെ താരം വിരാട് കോഹ്ലിയാണ്. അറ്റ്ലാന്റയിൽ വെച്ച് 2014 കോഹ്ലി ആദ്യമായിട്ട് ക്യാപ്റ്റനായിട്ട് കളിച്ചത്. അന്ന് ഇന്ത്യ 40 റൺസിനാണ് തോറ്റത്. കോഹ്ലി 2 ഇന്നിങ്സിലും സെഞ്ചുറി അടിച്ചിരുന്നു. ഏകദിനത്തിൽ 2013 കോഹ്ലി ക്യാപ്റ്റനായിട്ട് ആദ്യത്തെ കളി കളിച്ചപ്പോൾ 161 റൺസിന്റെ തോൽവിയാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയത്. കൂടാതെ തന്നെ T20യിലും കോഹ്ലി ക്യാപ്റ്റനായിട്ട് അരങ്ങേറ്റം കുറിച്ച മത്സരത്തിലും ജയതുടക്കം ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ട്. 2017 ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഇന്ത്യ 7 വിക്കറ്റിനാണ് തോറ്റത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.